ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയ തീരുമാനം യോഗത്തിന് ശേഷം ഔദ്യോഗികമായി അറിയിക്കും. വൈകിട്ട് 3-ന് ദിലീപ് പ്രസിഡന്റായിരുന്ന ഫിയോക് എന്ന സംഘടനയുടെയും യോഗം കൊച്ചിയിൽ നടക്കും. വൈസ് പ്രസിഡന്റ് ആന്റണി പെരുമ്പാവൂർ പുതിയ പ്രസിഡന്റാകാനാണ് സാധ്യത. വെള്ളിയാഴ്ച അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗവും ചേരും. അതേസമയം ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ രാമലീലയുടെ റിലീസിംഗ് വീണ്ടും നീട്ടും. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, ഒരുപക്ഷെ താൻ രൂപീകരിച്ച സംഘടന എന്ന് തന്നെ പറയാം ദിലീപിനെ. ആ സംഘടനയിൽ നിന്ന് പോലും ദിലീപിൻ്റെ സ്ഥാനം ഒഴിയുന്നു, എല്ലാവരും കൈയൊഴിയുന്നു. അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താകുന്ന ഒരു ഘട്ടം. ഇങ്ങനെ ദിലീപിൻ്റെ എതിരെ തെളിവുകൾ നിരന്നതിന് ശേഷം കൃത്യമായി സംഘടനകളൊക്കെ ദിലീപിനെ കൈയൊഴിയുന്ന ഒരു ഘട്ടം കൂടി കണ്ടു. ആ ഘട്ടത്തിലാണ് ഇത്യാദി പുരോഗതികൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒക്കെ വിവരങ്ങൾ. അജിംഷാദ്, ഇപ്പോൾ കൊച്ചിയിൽ ഫിലിം എക്സിബിറ്റേഴ്സിന്റെ ഇപ്പോൾ തിയേറ്റർ അസോസിയേഷന്റെ ഒരു യോഗം, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗം കൊച്ചി അവന്യൂ ഹോട്ടലിൽ നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ദിലീപിനെ എല്ലാ സംഘടനകളും പുറത്താക്കിക്കൊണ്ട് ഇവർ നയം വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ വാർഷിക പൊതുയോഗമാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കൊച്ചി അവന്യൂ സെന്ററിൽ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 11 മണിക്ക് തുടങ്ങിയ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നിർണായകമായത് ദിലീപിനെ പുറത്താക്കുന്ന കാര്യം ഇവർ ഔദ്യോഗികമായി ഇതിന് ശേഷം നമ്മളെ അറിയിക്കും എന്നുള്ളത് മാത്രമാണ്. ഈ യോഗത്തിൽ എല്ലാവരും, നിർമ്മാതാക്കൾ എല്ലാം തന്നെ, സുരേഷ് കുമാർ അടക്കമുള്ള, ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗം ഏകദേശം ഉച്ചയോടുകൂടി അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ദിലീപിനെ പുറത്താക്കിയ കാര്യം നമ്മളെ കൃത്യമായി ഔദ്യോഗികമായി അറിയിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 3 മണിയോടെ ദിലീപ് പുതുതായി രൂപീകരിച്ച പുതിയ സംഘടന ഫിയോക്, അതായത് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള, ഫിയോക് എന്ന സംഘടന, നമുക്കറിയാം ലിബർട്ടി മിഷന്റെ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയെ പുലർത്തിക്കൊണ്ടാണ് ദിലീപ് കഴിഞ്ഞ ദിവസം ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ ദിവസം ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം പിറ്റേ ദിവസമായിരുന്നു ഫിയോക് എന്ന സംഘടന ഔദ്യോഗികമായി ഈ നിലവിൽ വന്നത്. അന്ന് നടൻ മധുവാണ് ഈ സംഘടനയ്ക്ക് തിരികൊളുത്തിയത്, കൂടാതെ തിരികെ ഉദ്ഘാടനം ചെയ്ത്. അതോടൊപ്പം തന്നെ നടൻ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചതും. മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും പങ്കെടുത്ത, നിർമ്മാതാക്കളും വിതരണക്കാരും സംഘടനക്കാരും എല്ലാവരും ഉൾപ്പെട്ട ഒരു സംഘടനയാണ് ഫിയോക്. ഇത് പ്രധാനമായും കഴിഞ്ഞ ഡിസംബറിൽ ഈ തിയേറ്റർ ഉടമകൾ നടത്തിയ സമരത്തിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇനി ഒരിക്കലും തിയേറ്റർ അടച്ചിട്ടുള്ള ഒരു സമരം, സിനിമാ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചുകൊണ്ടാണ് ദിലീപിന്റെ നേതൃത്വത്തിൽ ഒരു ഫിയോക് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഈ സംഘടനയിൽ ദിലീപ് പ്രസിഡന്റാണ്. നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ചേരുന്ന ഈ യോഗത്തിൽ ദിലീപിനെ പുറത്താക്കിക്കൊണ്ട് തീരുമാനം ഉണ്ടാകുകയും ഇപ്പോൾ നിലവിൽ വൈസ് പ്രസിഡന്റ് ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി പെരുമ്പാവൂർ പുതിയ പ്രസിഡന്റായി തീരുമാനിക്കപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ഫിയോക്കിന്റെ യോഗം കൊച്ചിയിൽ നടക്കുക. അതോടൊപ്പം തന്നെ പ്രധാനമായും അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം, ഇനി നിർണായകമായ യോഗം ഈ വെള്ളിയാഴ്ച ചേരുന്നുണ്ട് എന്ന കാര്യവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ അമ്മയിൽ നിന്നും ദിലീപിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചില നിലപാടുകളിൽ ചില പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകണം. ഒരു പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിവന്നാൽ ചർച്ച ചെയ്യുമെന്ന് നടൻ മമ്മൂട്ടിയും അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് അടക്കമുള്ളവർ പുനഃസംഘടന വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സംഘടനയിൽ വനിതാ പ്രാതിനിധ്യം 50% വേണമെന്ന് രമ്യ നമ്പീശൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യും. കൂടാതെ ഈ സിനിമാ പ്രതിസന്ധി, അല്ലെങ്കിൽ ദിലീപ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു, ദിലീപിനെ പുറത്താക്കിയതിനു ശേഷമുള്ള പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഒരു പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ അല്പം കൂടി സുതാര്യമായ രീതിയിൽ അമ്മ എന്ന താരസംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങളായും പ്രധാനമായി ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയായ രാമലീലയുടെ റിലീസിംഗ് ഇനിയും നീട്ടിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ 2 തവണ നീട്ടിവെച്ചു. ഒന്ന് ജൂലൈ 7-ാം തീയതിയും പിന്നെ ജൂലൈ 21-ാം തീയതിയാക്കി ഇനിയും നീട്ടിവെക്കേണ്ടി വരും. കാരണം ദിലീപിനെതിരെ വളരെയധികം ജനരോക്ഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തെങ്ങും ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ദിലീപിന്റെ പുതിയ സിനിമ തിയേറ്ററുകളിൽ എത്തിയാൽ അത് സുരക്ഷ കണക്കിലെടുത്ത് തിയേറ്റർ ഉടമകൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ വിസമ്മതിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഇനിയും ഉണ്ടായിരിക്കുന്നത്. അജിംഷാദ്.
തീർച്ചയായും സിബി, നിർണായകമായ ഒരുപക്ഷെ കാവ്യാത്മകമാണ് ഇന്ന് തന്നെ തോന്നാവുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ. ഒരുപക്ഷെ ദിലീപ് രൂപീകരിച്ച സംഘടനയിൽ നിന്ന് തന്നെ, ദിലീപ് പിളർത്തിയെടുത്ത് വലിയ സമരത്തിലൂടെ രൂപീകരിച്ച സംഘടനയിൽ നിന്ന് തന്നെ ദിലീപിനെ പുറത്താക്കുന്നു. ദിലീപിനെ എല്ലാവരും കൈയൊഴിയുന്നു. അമ്മ പോലും ദിലീപിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു. ദിലീപ് കുടുങ്ങിയിരിക്കുന്നു. ദിലീപിനെതിരെ അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ നിരത്തി അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന ഘട്ടത്തിൽ തന്നെ ഈ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിച്ചു. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനങ്ങളാകും ഇപ്പോൾ ഉണ്ടാക്കുക? ഒരുപക്ഷെ ലിബർട്ടി ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ യോഗമാണോ ഇന്ന് നടക്കുക? ലിബർട്ടി ബഷീറിന്റെ നേതൃത്വത്തിലുള്ള യോഗമല്ല, ഇന്ന് ദിലീപ് തന്നെ ഉണ്ടാക്കിയ ദിലീപിന്റെ സംഘടന ഫിലിം എക്സിക്യൂട്ടീവ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന ഫിയോക് എന്ന സംഘടനയുടെ യോഗമാണ് ഇന്ന് നടക്കുകയിരുന്നത്. ഇന്നലെ ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്നലെ കോഴിക്കോട് വിളിച്ചു ചേർത്ത അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇവർ ദിലീപിനെ പുറത്താക്കിക്കൊണ്ട് ഇന്നലെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് അവർ ഔദ്യോഗികമായി ഒരു യോഗം കൂടി ഇന്ന് കൊച്ചി വെച്ച് ചേരുന്നത്. ഈ യോഗത്തിലാണ് ദിലീപ് നിലവിൽ പ്രസിഡന്റാണ്. ഇപ്പോൾ പ്രസിഡന്റ് ദിലീപിനെ പുറത്താക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ സംഘടനയ്ക്ക് പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടായി തന്നെയാണ് നിലവിലെ വൈസ് പ്രസിഡന്റായ ആന്റണി പെരുമ്പാവൂരിനെ പ്രസിഡന്റ് ആക്കുമെന്ന സൂചന നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഈ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ഒരു പുനഃസംഘടന ഈ ഫിയോക് എന്ന പുതിയ സംഘടനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഫിലിം എക്സിക്യൂട്ടീവ്സ് ഫെഡറേഷൻ എന്ന ലിബർട്ടി ബഷീറിന്റെ സംഘടനയെ പ്രവർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടന ഫിയോക് എന്ന സംഘടന ദിലീപ് രൂപീകരിച്ചത്. തീർത്തും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംവിധായകരുടെ എല്ലാവരെയും സിനിമ അമ്മ താര സംഘടന എല്ലാം വലിയ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചു. അന്ന് ദിലീപ് പറഞ്ഞത് തന്നെ ഇനി തിയേറ്റർ അടച്ചുള്ള ഒരു സമരം ഒരിക്കലും മലയാള സിനിമയിൽ ഉണ്ടാകില്ല എന്ന ഉറച്ച നിലപാടിൽ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ ഇങ്ങനെ ഒരു തിയേറ്റർ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ആ ഒരു സാഹചര്യത്തിൽ രൂപം കൊടുത്ത ഫിയോക്കിൽ നിന്നാണ് ഇപ്പോൾ ദിലീപ് പുറത്താവുകയും ഇപ്പോൾ ആ യോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം നടക്കുന്നത്. എന്തായാലും അതിൽ പുതിയ പ്രസിഡന്റ് ഉണ്ടായേ മതിയാവൂ. ആ പ്രസിഡന്റ് ഇപ്പോൾ നിലവിലെ വൈസ് പ്രസിഡന്റായ ആന്റണി പെരുമ്പാവൂർ തന്നെയാകുമെന്നാണ് നമുക്ക് സൂചന. ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടനയാണ്. അവരുടെ വാർഷിക പൊതുയോഗമാണ്. ഈ പൊതുയോഗത്തിലും ദിലീപിനെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ദിലീപ് അംഗമാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനെ അതിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിന്റെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് നമുക്ക് എന്തായാലും ഇതിനുശേഷം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അജിംഷാദ്, തീർച്ചയായും അത്തരത്തിൽ പുറത്താക്കലിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളാകും ദിലീപുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തെത്താനുള്ളത്. ഏതായിരുന്നാലും ദിലീപുമായി ബന്ധപ്പെട്ട കേസുകളുടെ സമഗ്രത എല്ലാ വശങ്ങളിലും പുരോഗമിക്കുകയാണ്. അതാണ് തീർച്ചയായും നമുക്ക് പറയാനാകുന്നത്.